നമസ്കാരം. നാട്ടുവർത്തമാനം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നേര്യമംഗലത്ത് എള്ളിന്റെ വിളവെടുപ്പ് കാലം. ജില്ലാ കൃഷിത്തോട്ടത്തിൽ ഇക്കുറിയും 100 വേലി. വിനോദസഞ്ചാരികളുടെ പ്രിയ ഇടമായി ആമക്കല്ല്. അവധിക്കാലത്ത് സഞ്ചാരികളുടെ തിരക്ക്. ഓഫ് റോഡ് സഫാരിക്കാരെ കാത്ത ആമക്കല്ലിൽ ഇനി കൂടുതൽ കാഴ്ചകൾ. ഓങ്ങല്ലൂർ പോക്കുപടിയിൽ ഡയാലിസിസ് സെന്റർ യാഥാർത്ഥ്യമാകുന്നു. ആദ്യഘട്ടത്തിൽ 10 ഡയാലിസിസ് സെന്ററുകൾ. നിർമ്മാണം പീസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ. ഇടുക്കിയിൽ അംഗൻവാടി കെട്ടിടം പൊളിച്ചു നീക്കിയതിൽ പ്രതിഷേധം. പകരം സംവിധാനം ഏർപ്പെടുത്താതെ വാത്തിക്കുടി പഞ്ചായത്ത്. കുട്ടികളുടെ പഠനം പ്രതിസന്ധിയിൽ. വിശദമായി പോകാം. പാലക്കാട് ഓങ്ങല്ലൂർ പോക്കുപടിയിൽ ഡയാലിസിസ് സെന്റർ സ്ഥാപിക്കാൻ നടപടി. പീസ് ഹോം ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് ഡയാലിസിസ് സെന്റർ നിർമ്മിക്കുന്നത്. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ പോക്കുംപടിയിലാണ് ഡയാലിസിസ് കേന്ദ്രം നിർമ്മിക്കുന്നത്. ജീവകാരുണ്യ സേവന രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന പീസ് ഹോം ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് നിർമ്മാണം. പ്രദേശവാസിയായ KP ഉമ്മർ ഹാജി സൗജന്യമായി നൽകിയ 2 ഏക്കർ സ്ഥലത്ത് നിർമ്മിക്കുന്ന ഡയാലിസിസ് സെന്ററിന്റെ തറക്കല്ലിടൽ KNA തങ്ങൾ നിർവഹിച്ചു. പ്രദേശവാസികളുടെയും പ്രവാസികളുടെയും സഹകരണത്തോടെയാണ് ഡയാലിസിസ് സേവന കേന്ദ്രം നിർമ്മിക്കുക. ഈ നാട്ടിലെ തന്മനസ്സുള്ള എല്ലാവരുടെയും സഹായത്തോടെയാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഇതിനെ വലിയൊരു സംരംഭമാക്കി മാറ്റാൻ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും കൂടെയുണ്ട്. 17,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള 2 നില കെട്ടിടമാണ് ഒരുങ്ങുന്നത്. ആദ്യഘട്ടത്തിൽ 10 ഡയാലിസിസ് യൂണിറ്റുകൾ സ്ഥാപിക്കും. പ്രതിദിനം 30 പേർക്ക് ഡയാലിസിസ് ചെയ്യാനാകും. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് TP രജീഷ്, മെമ്പർമാരായ മുഹമ്മദ് അലി, ദിവ്യ, മുജീബ്, പീസ് ഫൗണ്ടേഷൻ ട്രസ്റ്റ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 18 പട്ടാമ്പി. ഇടുക്കിയിൽ അംഗൻവാടി കെട്ടിടം പൊളിച്ചു നീക്കിയ വാത്തിക്കുടി പഞ്ചായത്തിന്റെ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം. കെട്ടിടം പണിയാൻ തുക അനുവദിക്കാതെ നിലവിലുള്ള കെട്ടിടം പൊളിച്ചു നീക്കിയതാണ് കുട്ടികളെ അടക്കം ബുദ്ധിമുട്ടിലാക്കിയത്. വാത്തിക്കുടി പഞ്ചായത്തിലെ 5-ാം വാർഡായ ചെമ്പകപ്പാറയിൽ പ്രവർത്തിച്ചിരുന്ന അംഗനവാടി കെട്ടിടമാണ് പുനർനിർമ്മിക്കാൻ എന്ന പേരിൽ പൊളിച്ചു നീക്കിയത്. 2023 മാർച്ചിൽ കെട്ടിടം പൊളിച്ചു മാറ്റിയെങ്കിലും പിന്നീട് നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടന്നില്ല. കെട്ടിടം പണിയാൻ തുക അനുവദിക്കാതെ നിലവിലുണ്ടായിരുന്ന അംഗൻവാടി കെട്ടിടം പൊളിച്ചു മാറ്റിയതോടെ കുട്ടികളടക്കം ദുരിതത്തിലായി. മറ്റ് യാതൊരുവിധ ഫണ്ടുകളും അനുവദിക്കാതെ വർക്ക് അനുവദിക്കുകയോ പ്രോജക്റ്റ് തയ്യാറാക്കിയോ ASO TSO ഒന്നുമാകാതെ ഈ കെട്ടിടം പൊളിച്ചിടുകയും ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇവിടുത്തെ മർച്ചന്റ് സ്റ്റേഷന്റെ ഒരു ചെറിയ കെട്ടിടത്തിലാണ് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെന്തിനു വേണ്ടിയാണ് ഈ അംഗനവാടി ഈ കഴിഞ്ഞ 8 മാസമായിട്ട് പൊളിച്ചിട്ടതെന്ന് എത്ര ചിന്തിച്ചും മനസ്സിലാകുന്നില്ല. പുതിയ കെട്ടിടം നിർമ്മിക്കാനാണ് പഴയ കെട്ടിടം പൊളിക്കുന്നത് എന്നാണ് പഞ്ചായത്ത് അധികൃതർ നൽകുന്ന വിശദീകരണം. എന്നാൽ കെട്ടിട നിർമ്മാണത്തിനായി പഞ്ചായത്ത് പദ്ധതി വിഹിതത്തിൽ നിന്നും 1 രൂപ പോലും ഫണ്ട് വകയിരുത്തിയിട്ടില്ല എന്നാണ് ഉയരുന്ന ആക്ഷേപം. കെട്ടിടം പൊളിച്ചു നീക്കിയതോടെ സമീപത്തെ ഇടുങ്ങിയ ഒറ്റമുറിക്കുള്ളിലാണ് ഇപ്പോൾ അംഗനവാടി പ്രവർത്തിക്കുന്നത്. ചെമ്പകപ്പാറയിലെ വ്യാപാരികൾ വിട്ടു നൽകിയ കെട്ടിടത്തിൽ അസൗകര്യങ്ങളുടെ നടുവിൽ മാസങ്ങളായി പ്രവർത്തിക്കുമ്പോഴും പുതിയ കെട്ടിടം നിർമ്മിക്കുവാനുള്ള ഒരു നടപടിയും പഞ്ചായത്ത് സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ്. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് പാലത്തറ ഗേറ്റ് 5 മൂല റോഡിൽ ശോചനീയാവസ്ഥയിലാണ്. ഇതിനെതിരെ ജനകീയ സമിതിയുടെ പ്രക്ഷോഭം നടന്നു. യാത്രാ ദുരിതത്തിന് അടിയന്തര പരിഹാരം വേണമെന്നാണ് ആവശ്യം. ഗേറ്റ് 5 മൂല റോഡ് തകർന്നിട്ട് കാലങ്ങളായി. നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും നടന്നു. ഈ ദുരന്തത്തിന്റെ ആഴം നമ്മൾ ഏറ്റുവാങ്ങുന്നവരാണ്. ഈ റോഡിന്റെ പുനരുദ്ധാരണം എന്ന് പറഞ്ഞ് ഈ റോഡിൽ നിറയെ കുണ്ടും കുഴിയും അതുപോലെ ഗട്ടറുകളുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു അനീതിക്കെതിരെ, ഈ ഒരു അവഗണനയ്ക്കെതിരെ, ഈ ഒരു നീതികേടിനെതിരെ സമരത്തിനിറങ്ങുക, രംഗത്തിറങ്ങുക എന്നുള്ളത് നമുക്ക് വളരെ അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഈ ഒരു സമരമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ശോചനീയമായ ഒരവസ്ഥയിലാണ് ഇതിലെ പോകുന്ന യാത്രക്കാര്. അവരനുഭവിക്കുന്ന ദുരിതങ്ങൾ കുറച്ചൊന്നുമല്ല. കുണ്ടും കുഴിയും, അതിൽ വണ്ടി തെന്നി വീഴ്ചകൾ
ധാരാളം. എന്നാൽ നടക്കുന്നവരെ സംബന്ധിച്ചോ അതിനേക്കാൾ കൂടുതലാണ്. കല്ലും കൂനയും തട്ടിത്തടഞ്ഞ് വീഴാണ്. 8 കിലോമീറ്റർ വരുന്ന പാത വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ്. ഇതോടെയാണ് പ്രദേശത്തെ ജനങ്ങൾ പ്രക്ഷോഭത്തിനിറങ്ങുകയും ജനകീയ സമിതി രൂപീകരിച്ച് സമരത്തിനിറങ്ങുകയും ചെയ്തത്. ന്യൂസ് 18 പാലക്കാട്. വിദ്യാർത്ഥികൾ നിർമ്മിച്ച റോഡ് സുരക്ഷാ വീഡിയോ ആൽബം ശ്രദ്ധേയമായി. കൊല്ലം കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയോസ് കോളേജിലെ NSS വിദ്യാർത്ഥികളാണ് ആൽബം പൂർത്തിയാക്കിയത്. കൊല്ലം സേഫ് കേരള RTO എൻഫോഴ്സ്മെന്റ് ടീമിന്റെ സഹായത്തോടെയാണ് ആൽബം. റോഡ് സുരക്ഷയ്ക്കായി റോഡിൽ നിയമം പാലിച്ചിടാം. സ്റ്റോപ്പ് ലൈൻ എന്ന ബോധവൽക്കരണ പരിപാടിയാണ് ആൽബത്തിലൂടെ പറയുന്നത്. ചുവപ്പ് സിഗ്നൽ തെളിയുമ്പോൾ സ്റ്റോപ്പ് ലൈനിന് മുന്നേ വാഹനം നിർത്തണമെന്ന സന്ദേശം നൽകുന്നതാണ് ആൽബം. കൊല്ലം സേഫ് കേരള RTO എൻഫോഴ്സ്മെന്റ് വിഭാഗവും കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയോസ് കോളേജ് NSS യൂണിറ്റും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയാണ് ആൽബത്തിലുള്ളത്. കൊട്ടാരക്കര കോളേജിൻ്റെ NSS യൂണിറ്റും അതോടൊപ്പം തന്നെ നമ്മുടെ MBD ആയിട്ട് ചേർന്നാണ് ഇങ്ങനൊരു ആൽബം നമ്മളെങ്കിൽ റിലീസ് ചെയ്യാനിടയത്. ആ ആൽബത്തിൽ പാടിയത് നമ്മുടെ കൊട്ടാരക്കര കോളേജിലെ NSS വോളണ്ടിയേഴ്സാണ്. പ്രത്യേകിച്ചും എബിൻ ഷാജിയും അഭിരാമുമാണ് ആ പാട്ട് പാടിയത്. വീഡിയോ റിലീസ് ADGP ശ്രീജിത്ത് നിർവഹിച്ചു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ റാംജി K കരൺ എഴുതി ചിത്രീകരണം നിർവഹിച്ച മ്യൂസിക് ആൽബത്തിൽ NSS വോളണ്ടിയർമാരായ എബിൻ ഷാജി, അഭിരാം AK എന്നിവരാണ് ഗാനാലാപനം നടത്തിയിട്ടുള്ളത്. റോഡ് നിയമങ്ങൾ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നമ്മുടെ കാൽനട യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി കൊല്ലത്ത് സേഫ് കേരള RTO എൻഫോഴ്സ്മെന്റ് നടപ്പിലാക്കുന്ന സ്റ്റോപ്പ് ലൈൻ എന്ന ക്യാമ്പയിൻ വിപുലമായി നടപ്പിലാക്കാനും വിജയിപ്പിക്കാനുമുള്ള യജ്ഞത്തിൽ നമുക്കെല്ലാവർക്കും പങ്കുചേരാം. ഈ പരിപാടി വിജയിപ്പിക്കാം. നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ വാർഷിക സപ്തദിന ക്യാമ്പ് ജീവനം 2023 ഭാഗമായാണ് ആൽബം പുറത്തിറക്കിയിരിക്കുന്നത്. ന്യൂസ് 18 കൊട്ടാരക്കര. ഇനി നോക്കാം കാർഷിക കേരളം. എറണാകുളം നേര്യമംഗലം ജില്ലാ കൃഷിത്തോട്ടത്തിൽ ഇപ്പോൾ വിളവെടുപ്പിന്റെ കാലമാണ്. ചെറുധാന്യങ്ങളായ എള്ളും റാഗിയുമാണ് വിളവെടുക്കുന്നത്. ഒരു കാലത്ത് നാട്ടിൻപുറങ്ങളിൽ സമൃദ്ധമായി വിളഞ്ഞിരുന്ന എള്ളും റാഗി കൃഷിയുമൊക്കെ പിന്നീട് നന്നായി കുറഞ്ഞു. അന്യം നിന്നു പോകുന്ന എള്ളു കൃഷിയും റാഗി കൃഷിയും തിരികെ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടാണ് ജില്ലാ കൃഷിത്തോട്ടത്തിൽ 2 ബ്ലോക്കുകളിലായി കൃഷി നടക്കുന്നത്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ എറണാകുളം ജില്ലാ പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നേര്യമംഗലം ജില്ലാ കൃഷിത്തോട്ടത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിലാണ് എള്ളും റാഗിയും കൃഷി ചെയ്തത്. 2 കൃഷിയും വൻ വിജയമായി. മികച്ച വിളവ് കിട്ടിയതിൽ ജീവനക്കാർക്കും സന്തോഷം. 3 മാസക്കാലം കഠിനാധ്വാനം ചെയ്താണ് ധാന്യങ്ങൾ 100 മേനി വിളയിച്ചത്. എള്ളും റാഗിയും എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് വിളവെടുത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. വലിയ വ്യത്യസ്തമായ രീതിയിലുള്ള മില്ലറ്റുകളാണ് ഇവിടെ കൃഷിഫാമിലും അതുപോലെ ജില്ലയിൽ തന്നെ എല്ലായിടത്തും തന്നെ കൃഷി ചെയ്ത് മുന്നോട്ട് വന്നു. ഇതിനെല്ലാം വലിയ പൂർണ്ണമായ പിന്തുണ തീർച്ചയായിട്ടും ഇവിടെ ഉദ്യോഗസ്ഥർ, സൂപ്രണ്ട് ഉൾപ്പെടെ ഉള്ള ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ ഇവിടുത്തെ തൊഴിലാളികൾ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു കൂട്ടായൊരു പ്രവർത്തനമാണ് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഉദ്യോഗസ്ഥരും തൊഴിലാളികളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതുകൊണ്ട് കൃഷിയിൽ വിജയം നേടാൻ കഴിഞ്ഞുവെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസും ഫാമിലെ ജീവനക്കാരൻ സജീവും പറയുന്നു. ഒരു ടീം വർക്കായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് കൃഷ്ണേട്ടൻ, ഈ നിൽക്കുന്ന ചേച്ചിമാർ, എൻ്റെ സുഹൃത്തുക്കളെ മറ്റ് സഹപ്രവർത്തകർ എല്ലാവരും കൂടി ഞങ്ങൾ ടീം വർക്കായിട്ട് ഞങ്ങൾ ഈ കൃഷി ചെയ്തു. വളരെയധികം ഭംഗിയായിട്ട് അത് വിജയിച്ചു. ആ വിജയിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വരും വർഷങ്ങളിലും കൃഷി തുടരാനാണ് തീരുമാനം. ന്യൂസ് 18 എറണാകുളം. ചെറുകിട സംരംഭകരുടെ വൈവിധ്യങ്ങൾ അണിനിരത്തി കൊച്ചിയിൽ ദേശീയ സരസ് മേള. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കരകൗശല ചെറുകിട സംരംഭകരാണ് മേളയിൽ പങ്കെടുക്കുന്നത്. വ്യത്യസ്തമാർന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ആസ്വാദകരുടെ മനം കവരും. മാസങ്ങളുടെ അധ്വാനത്തിലൂടെ തയ്യാറാക്കിയ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളുമായാണ് സംരംഭകർ മേളയ്ക്കെത്തിയിരിക്കുന്നത്. ഭക്ഷ്യോൽപ്പന്നങ്ങളും ചെറുധാന്യോൽപ്പന്നങ്ങളും വസ്ത്ര കരകൗശല വിഭാഗങ്ങളിലുമായെല്ലാം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുമായി 200-ലധികം സ്റ്റോളുകളാണ് ഒരുക്കിയിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ ചെരുപ്പുകൾ മുതൽ മേഘാലയയിലെ തുണിത്തരങ്ങൾ വരെ മേളയിൽ മാറ്റുകൂട്ടി. ജനുവരി 1 വരെ നടക്കുന്ന മേളയിൽ
പരമാവധി വിപണന സാധ്യത ഒരുക്കുകയാണ് ലക്ഷ്യം. മിക്ക സരസ്മേളയിലും എന്നെ വിളിക്കാറുണ്ട്. നമ്മുടെ ഈ സാധനങ്ങൾ നാടൻ സാധനങ്ങളായതുകൊണ്ട്, അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളായതുകൊണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്നുണ്ട് സാധനങ്ങൾ. ഇനിയും വരണമെന്നാണ് പറയുന്നത്. ചക്ക അലുവ, ചക്കക്കുരു ചമ്മന്തി, ചെമ്മീനും ചക്കക്കുരുവും കൂടെ ഉള്ള ചമ്മന്തി, ചക്ക കുക്കീസ് ഉണ്ട്, ചക്ക ലഡു ഉണ്ട്, ചക്ക ബിസ്ക്കറ്റ് ഉണ്ട്, ചക്കയുടെ കേക്ക് ഉണ്ട്, ചക്ക ഉണക്കിയതുണ്ട്, ചക്ക വറുത്തതുണ്ട്, ചക്ക പപ്പടം ഉണ്ട്, ചക്ക തീരയുണ്ട്, പിന്നെ ഇടിച്ചക്ക ചമ്മന്തി ഉണ്ട്, ചെമ്മീൻ റോസ്റ്റ് ചെയ്തുണ്ട് ചക്കക്കുരുവായിട്ട്, ചെമ്മീൻ അച്ചാറുണ്ട്. ഇതിൻ്റെ അകത്ത് ചേരുന്നത് നമ്മുടെ വിനാഗിരി, ഇത് ചക്കക്കുരുവിന്റെ വിനാഗിരി ഇതിൻ്റെ അകത്ത് ചേരുന്നത്. 2 ദിവസം ഒന്നും നടന്നില്ല. പിന്നെ അതിന്റെ ശേഷം വലിയ കുഴപ്പമില്ലാണ് പോകുന്നത്. കയർ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ കരകൗശലം പിന്നെ കിളിക്കൂടൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് സമയം കിട്ടാണ്ടായപ്പോൾ മേറ്റ് മാത്രം ഇട്ടിട്ട് വന്നു. മുള ഉപകരണങ്ങൾ, പലഹാരങ്ങൾ, ആഭരണങ്ങൾ, ബാഗുകൾ, കരകൗശല വസ്തുക്കൾ തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളുടെ തനതുൽപ്പന്നങ്ങൾ തുടങ്ങിയവ മേളയ്ക്ക് മിഴിവേകും. മികച്ച വിപണന സാധ്യതകൾക്കൊപ്പം രാജ്യത്തെ വിവിധ സംസ്കാരങ്ങളുടെ തനതുൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിലെത്തിക്കുക എന്നതാണ് സരസ്മേളയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ന്യൂസ് 18 കൊച്ചി. ആമയുടെ സാദൃശ്യമുള്ള പാറ കൊണ്ട് പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇടുക്കിയിലെ ആമക്കല്ല്. ട്രക്കിങ്ങിനും ഓഫ് റോഡ് ജീപ്പ് സഫാരിക്കുമായി നിരവധി സഞ്ചാരികൾ എത്തുന്ന സ്ഥലം കൂടിയാണിത്. ആമക്കല്ലിൽ ഇനി ആമയുടെ സാദൃശ്യമുള്ള പാറ മാത്രമല്ല, സഞ്ചാരികളെ കാത്ത് ആമയുടെ ശില്പവും ഉണ്ടാകും. 42 അടി നീളവും 24 അടി വീതിയും 15 അടി ഉയരവുമുണ്ട് ആമക്കല്ലിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ആമശില്പത്തിന്. കോൺക്രീറ്റ് ശില്പ നിർമ്മാണത്തിൽ പ്രഗത്ഭനായ ജോയ് ദാനിയലാണ് ശില്പം ഒരുക്കുന്നത്. ടൂറിസ്റ്റുകൾ വരുമ്പം വന്നാലും അവർക്ക് ഈ ഒരു പാറ, ആമയുടെ രൂപത്തിലൊരു പാറ മാത്രമേ അപ്പുറത്തേ ഉള്ളൂ. അപ്പോൾ പുള്ളിക്ക് ഒരു മനസ്സിലെ ആശയം നമുക്കൂടെ ഒരു ആമയുടെ രൂപത്തിലൊരു കോട്ടേജ് പണിയാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇതിൻ്റെ വർക്കുകളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ എന്നെ സമീപം ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ മാക്സിമം ശ്രമിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയെ വന്ന് എൻ്റെ അടുത്ത് വന്നു. അങ്ങനെ ഞങ്ങൾ ഒരു 6 മാസം മുമ്പ് ഇതിൻ്റെ ഫൗണ്ടേഷൻ്റെ പണിയെല്ലാം തുടങ്ങി. അതിനുശേഷം കട്ട കെട്ടി അതിനുശേഷം ഇതിൽ വന്നു. പിന്നെ അതിൻ്റെ ഒറിജിനൽ രൂപത്തിലേക്ക്, ഒരു ആമയുടെ യഥാർത്ഥ രൂപത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. വെറുമൊരു ശില്പമായല്ല ആമശില്പം ഒരുക്കുന്നത്. സഞ്ചാരികൾക്ക് താമസിക്കാൻ 2 മുറികളും ചെറിയൊരു ആർട്ട് ഗാലറിയും ഈ നിർമ്മിതിയിൽ ഉണ്ടാകും. 6 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. പ്രദേശവാസിയായ രതീഷ് പ്രസന്നൻ എന്ന സംരംഭകനാണ് ഈ നിർമ്മിതി ഒരുക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് ഇരിങ്ങൽ സർഗാലയിലെ അന്താരാഷ്ട്ര കരകൗശല മേളയിൽ സന്ദർശകരുടെ ഒഴുക്ക്. വൈവിധ്യമുള്ള കരകൗശല ഉൽപ്പന്നങ്ങൾ സഞ്ചാരികളെ ആകർഷിക്കുകയാണ്. 18 ദിവസം നീണ്ടു നിൽക്കുന്ന മേളയിൽ 400-ലധികം കരകൗശല വിദഗ്ധരാണ് എത്തിയിരിക്കുന്നത്. രാജ്യത്തെ 2ാമത്തെ വലിയ അന്താരാഷ്ട്ര കരകൗശലമേള ഇരിങ്ങൽ സർഗാലയിൽ തുടരുകയാണ്. വ്യത്യസ്ത സംസ്കാരങ്ങളുടെ കരവിരുത് സംഗമിക്കുന്ന ഇടം. വിവിധ ഇടങ്ങളിൽ നിന്നും 11 രാജ്യങ്ങളിൽ നിന്നുമായി 400-ൽ പരം കരകൗശല വിദഗ്ധർ ഇനി സർഗാലയിൽ പ്രദർശനത്തിലുണ്ടാകും. 2 ലക്ഷത്തിലേറെ സന്ദർശകരെയാണ് പ്രതീക്ഷിക്കുന്നത്. നെതർലൻഡ്സ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്രീൻ ഡെസ്റ്റിനേഷൻസിന്റെ ലോകത്തെ മികച്ച 100 സുസ്ഥിര വികസന സ്റ്റോറുകളിൽ ഇടം നേടിയ അന്താരാഷ്ട്ര നേട്ടത്തിന്റെ ആഘോഷം കൂടിയാണ് ഇത്തവണത്തെ മേള. കരകൗശലങ്ങൾ ഉണ്ടാക്കുന്ന നമ്മുടെ നാട്ടിലുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, അവർക്ക് ജോലി കൊടുത്തുകൊണ്ട് അവർ മാത്രം ഒതുങ്ങുന്നില്ല. എല്ലാ ഭാഗങ്ങളിലും വിദ്യാർത്ഥികളെ അടക്കം ക്ഷണിച്ചുകൊണ്ടാണ് ഇവിടെ പല കാര്യങ്ങളും നടത്തുന്നത്. കരകൗശലമേളയുടെ 11ാമത് എഡിഷനാണ് ഇപ്പോൾ നടക്കുന്നത്. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് മികച്ച സംഭാവന നൽകാൻ ഈ മേളയ്ക്ക് സാധിക്കും. വിവിധ കലാപരിപാടികളും ജനുവരി 8 വരെ നീണ്ടു നിൽക്കുന്ന മേളയുടെ ഭാഗമാകും. ന്യൂസ് 18 വടകര. കൊല്ലം കൊട്ടാരക്കരയിൽ പുസ്തക വണ്ടിയുടെ ഉദ്ഘാടനം നടന്നു. സംസ്ഥാന കലോത്സവ ഉദ്ഘാടന വേദിയിൽ അതിഥികൾക്ക് നൽകാനാണ് പുസ്തകങ്ങൾ ശേഖരിക്കുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലത്ത് നടക്കുമ്പോൾ ഉദ്ഘാടന വേദിയിൽ വിശിഷ്ടാതിഥികൾക്ക് നൽകാനാണ് പുസ്തകങ്ങൾ ശേഖരിക്കുന്നത്. നടൻ ഭരത് മുരളിയുടെ വീട്ടിലായിരുന്നു ഉദ്ഘാടനം. ചടങ്ങിൽ 8 പുസ്തകങ്ങൾ മന്ത്രി KN ബാലഗോപാൽ ഏറ്റുവാങ്ങി. ഇങ്ങനെ ധാരാളം ആളുകൾ സൃഷ്ടിച്ചവർക്ക് ഒരു പാരമ്പര്യമുണ്ട്. അങ്ങനെ ഒരു പഴയ തലമുറയ്ക്ക് ഒരു ബന്ധമുണ്ട്. ഇപ്പോഴത്തെ തലമുറയിലെ ഏറ്റവും നല്ല കുട്ടികളാണ് വരുന്നത്. ഏഷ്യയിലെ അല്ല, ലോകത്തെ ഏറ്റവും വലിയ കലാമത്സരങ്ങൾ. കാരണം ഏഷ്യയിലെ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നാട് ഏഷ്യയാണെന്നുള്ളതുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ ആളുകൾ പങ്കെടുക്കുന്ന കലാമത്സരങ്ങളാണ് നടക്കുന്ന യൂത്ത് ഫെസ്റ്റിവൽ. കലോത്സവ സ്വാഗത കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പുസ്തകങ്ങൾ ശേഖരിക്കുന്നത്. കലാ സാഹിത്യ നായകന്മാർ,
സാംസ്കാരിക പ്രവർത്തകരുടെ വീടുകളിൽ നിന്നും പുസ്തകങ്ങൾ ശേഖരിക്കും. വെളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ പ്രശാന്ത് അധ്യക്ഷനായി. നടൻ മുരളിയുടെ കുടുംബാംഗങ്ങളും വെളിയം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, അധ്യാപക സംഘടനാ നേതാക്കളും പങ്കെടുത്തു. ന്യൂസ് 18 കൊട്ടാരക്കര. സ്കൂൾ കാല ഓർമ്മകളുമായി തിരികെ എത്തുമ്പോൾ സ്കൂളിനായി പലതും സംഭാവന ചെയ്യുന്നത് പതിവാണ്. എന്നാൽ കോഴിക്കോട് മണിയൂരിൽ നവോദയ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരു കൊച്ചു ആശുപത്രി സൗകര്യമാണ് സംഭാവന ചെയ്തത്. 5 കിടക്കകളുള്ള ഇൻഫർമറി ഫീലിംഗ് റൂമിന് 12 ലക്ഷം രൂപയാണ് ചെലവ്. മറ്റൊരു ബാച്ച് സ്കൂളിനൊരു കവാടവും നിർമ്മിച്ചു നൽകി. 1987-94 ആദ്യ ബാച്ച് മുതൽ കഴിഞ്ഞ വർഷം മണിയൂരിലെ നവോദയ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയവരാണ് ഓർമ്മത്തണലിൽ ഒത്തുചേർന്നത്. താമസിച്ച് പഠിച്ചു വളർന്ന സാഹചര്യം 2 ദിവസം അവർ പുനരാവിഷ്കരിച്ചു. സ്കൂളിനായി 6ാം ബാച്ചുകാരാണ് മെഡിക്കൽ ആവശ്യത്തിനായി സൗകര്യമൊരുക്കിയത്. എപ്പോഴെങ്കിലും ആർക്കെങ്കിലും രോഗം വന്നാൽ ഈ ഇൻഫർമറി ഹീലിംഗ് റൂം പ്രയോജനപ്പെടുത്താം. പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ആവശ്യമായ സൗകര്യം ഇവിടെയുണ്ട്. 12 ലക്ഷം രൂപയാണ് ചിലവ്. 30 വർഷത്തെ ബാച്ചുകൾ എല്ലാവരും കൂടി കൂടിച്ചേർന്നിട്ടുള്ള ഒരു മഹാമഹമാണ് ഈ പ്രാവശ്യത്തെ പരിപാടി. 6ാമത്തെ ബാച്ച് അതിനോടനുബന്ധിച്ച് ഒരു മെഡിക്കൽ റൂം ഏകദേശം 12 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ഒരു മെഡിക്കൽ റൂം ഈ നവോദയക്ക് സമർപ്പിക്കുകയാണ്. ഈയിടെ ഈ സ്കൂളിൽ തന്നെ പഠിപ്പിച്ച് ഈയടുത്ത് നമ്മളോട് വിട പറഞ്ഞു പോയ സോഷ്യൽ സയൻസ് അധ്യാപകൻ ശങ്കരൻ സാറിനോടുള്ളൊരു ആദരപൂർവ്വമായിട്ടാണ് അല്ലെങ്കിൽ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ആ മെഡിക്കൽ റൂം സമർപ്പിക്കുന്നത്. ആദ്യ ബാച്ചുകാർ 4 ലക്ഷം രൂപ ചിലവിട്ട് മനോഹരമായ ഒരു കവാടവും നിർമ്മിച്ചു. രാജ്യത്തിനകത്തും പുറത്തുമായി വിവിധ ഇടങ്ങളിൽ ജോലി ചെയ്യുന്നവരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ പഠിച്ചിറങ്ങിയവരും ഒത്തുചേരലിനെത്തിയിരുന്നു. 2 ദിവസം കലാപരിപാടികളും ഗെയിംസും മറ്റുമായി നവോദയയിൽ വിദ്യാർത്ഥികാല അന്തരീക്ഷം പുനഃസൃഷ്ടിക്കുകയായിരുന്നു ബാക്ക് ടു ദ ഹിൽ എന്ന് പേരിട്ട ഈ ഒത്തുചേരൽ. ന്യൂസ് 18 വടകര. പത്തനംതിട്ട നാറാണംമൂഴി പഞ്ചായത്ത് CDSന്റെയും 11ാം വാർഡ് ADSന്റെയും നേതൃത്വത്തിൽ ബാലസഭ കുട്ടികൾക്കായി സൗജന്യ ഫുട്ബോൾ പരിശീലനം തുടങ്ങി. വലിയകുളം ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് പരിശീലനം. 10 ദിനം നീണ്ടു നിൽക്കുന്ന പരിശീലനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോണിയ മനോജ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം സുനിൽ ചെല്ലപ്പൻ അധ്യക്ഷത വഹിച്ചു. പുലി ഇറങ്ങിയതൊന്നും പൊന്മുടിയിലെത്തുന്ന സഞ്ചാരികളെ ബാധിച്ചിട്ടില്ല. ആയിരങ്ങളാണ് ദിവസവും പൊന്മുടിയിലെത്തുന്നത്. പൊന്മുടി കാഴ്ചകളിലേക്ക്. തണുത്ത കാറ്റും വിനോദസഞ്ചാരികളുടെ പറുദീസയാണ് എന്നും പൊന്മുടി. ഡിസംബറിലെ വൈകുന്നേരങ്ങളിൽ പൊന്മുടിക്ക് പ്രത്യേക സൗന്ദര്യം. അവധിക്കാലമായതിനാൽ സഞ്ചാരികളുടെ ഒഴുക്ക്. പുലിയൊന്നും വിഷയമേ അല്ല. ഈ വൈബ് അതൊന്ന് വേറെ തന്നെ. ക്ലൈമറ്റ് അടിപൊളി വൈബ്. ഉച്ചയ്ക്ക് വന്നാലും നല്ല തണുത്ത കാറ്റ്, അതിപ്പോഴും തുടരുന്നു. ശക്തമായ കാറ്റ്. അത് ന്യൂ ഇയർ ആഘോഷിക്കാൻ, ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം. പൊന്മുടി വൈബ് അടിപൊളി. വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ കൂട്ടം തെറ്റാതിരിക്കുന്നത്. പേടിയൊന്നുമില്ല. അതിലും വലിയ പുലികളല്ലേ കൂടെ ഉള്ളത്. ഹരികൃഷ്ണനൊപ്പം ഐശ്വര്യാനിൽ, ന്യൂസ് 18 തിരുവനന്തപുരം. മണ്ഡല ചെറുപ്പ് സമാപനത്തിന്റെ ഭാഗമായി കൊട്ടാരക്കര പുലമൺ ഭരണികാവ് ക്ഷേത്രത്തിൽ മഹാസദ്യയുടെ ഒരുക്കങ്ങൾ നടന്നു. 41 തരം കറികളും 12 തരം പായസവും ഉൾപ്പെടെയുള്ള മഹാസദ്യയാണ് ഒരുക്കുന്നത്. മധുരമുള്ള തൊടുകറികൾ മുതൽ എരിവും കൂട്ടുകളുമൊക്കെയായി 41 തരം കറികളും ഇലയിൽ വിളമ്പുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് പാചകക്കാരൻ സാബുവും സംഘവും. കുറുക്കുകാളൻ, ഓലൻ, എരിശ്ശേരി എന്നിവയടക്കം തിരുവിതാംകൂറിന്റെ തനത് രുചിക്കൂട്ടുകൾ. 20 പേരുടെ സംഘമാണ് ഇവ ഒരുക്കുന്നത്. 12 കരി വയ്ക്കുന്നുണ്ട്. ചോറ് കഴിക്കുന്നത് വളരെ കുറവായിരിക്കും. കാരണം 12 കൂട്ടം പായസം കഴിക്കാനാണ് ജനം വരുന്നത്. ഒരു കറിയേക്കായി മുഖ്യം പായസമാണ്. ഈ ക്ഷേത്രത്തിൽ എൻ്റെ ഭാര്യയുടെ അച്ഛനാണ് തുടക്കം കുറിച്ചത്. അപ്പോൾ അതിനുശേഷം വന്ന വർഷങ്ങൾ ഒരുപാടായി അതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വരുന്നു. അന്ന് പായസം കുറവായിരുന്നെങ്കിലും ഏതാണ്ട്
വർഷങ്ങളായിട്ട് ഇപ്പം 12 ഉത്സവത്തിന് 12 കൂട്ടം പായസമുണ്ട്. 41-ന് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം എന്നുള്ളതേ ഉള്ളൂ. പാർവതി ദേവിയുടെ വടക്കേ നടത്തുറപ്പ് ഉത്സവവും മണ്ഡലച്ചെറുപ്പ് സമാപനവുമാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഉച്ചയ്ക്ക് 12 മുതൽ മഹാസദ്യ ആരംഭിക്കും. കഴിഞ്ഞ വർഷത്തേക്കാൾ ഭക്തരെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനാൽ വിപുലമായ സദ്യയും പന്തലുമാണ് ക്ഷേത്രമുറ്റത്തൊരുക്കിയിരിക്കുന്നത്. ന്യൂസ് 18 കൊട്ടാരക്കര. ജലവിനോദ രംഗത്ത് കേരളത്തിന്റെ സാന്നിധ്യം അടയാളപ്പെടുത്തുന്ന 3ാമത് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിവലിന് തുടക്കം. വിവിധ ജലകായിക വിനോദങ്ങൾ, ഭക്ഷ്യമേളകൾ, കലാപരിപാടികൾ എന്നിവയ്ക്കൊപ്പം ഡ്രോൺ ഷോ ഇത്തവണത്തെ പുതുമയാണ്. ബേപ്പൂർ മറീന ബീച്ചിൽ മന്ത്രിമാരായ KN ബാലഗോപാലും പി ശിവൻകുട്ടിയും ദീപം തെളിയിച്ചതോടെയാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജലോത്സവത്തിന്റെ 3ാം സീസണ് തുടക്കമായത്. അടുത്ത വർഷം ടൂറിസം രംഗത്ത് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രധാന മേഖല ക്രൂസ് ഷിപ്പിംഗ് ആണ്. ബേപ്പൂർ ക്രൂസ് ഷിപ്പിംഗ് രംഗത്ത് പ്രധാന കേന്ദ്രമായി മാറുമെന്നും ധനമന്ത്രി പറഞ്ഞു. 2021 കണക്കനുസരിച്ച് വെറും 6% മലബാറിൽ എത്തിയ വിനോദസഞ്ചാരികളുടെ എണ്ണം. ഇതിന് പരിഹാരമായാണ് ബേപ്പൂർ പോലെ നിരവധി സ്ഥലങ്ങളിൽ ഫെസ്റ്റ് നടത്താൻ തീരുമാനിച്ചത്. മലബാറിൽ ടൂറിസം വികസിക്കുമ്പോൾ അത് മൊത്തം സംസ്ഥാനത്തിന്റെ കുതിപ്പിന് വഴിയൊരുക്കുമെന്ന് മേളയുടെ സംഘാടകൻ കൂടിയായ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. മലബാറിലെ ടൂറിസം വികസിച്ചാൽ അത് കേരളത്തിലെ ടൂറിസത്തെ കൂടുതൽ കുതിപ്പോടെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുമെന്നുള്ള കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പരിപാടികൾ പൊതുവെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് കേരളത്തിലെ ഇന്ത്യയിലെ അതിപുരാതനമായ തുറമുഖ നഗരമായ ബേപ്പൂരിൽ ടൂറിസത്തിന്റെ അനന്ത സാധ്യത പൊതുവെ സർക്കാർ കാണുകയുണ്ടായി. ആ സാധ്യതയെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ഇത്തരം ഫെസ്റ്റുകൾ സംഘടിപ്പിക്കണം എന്ന് നിശ്ചയിച്ചു. വിവിധ ജല കായിക വിനോദങ്ങൾ, ഭക്ഷ്യമേളകൾ, കലാപരിപാടികൾ എന്നിവ ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കും. കേരളത്തിലെ ആദ്യ ഡ്രോൺ ഷോ 29-ന് ബേപ്പൂർ ഫെസ്റ്റിൽ നടക്കുന്നതാണ് 3ാം സീസണിലെ പുതുമ. വ്യത്യസ്തമായ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ച കുട്ടിക്കാനം മരിയൻ കോളേജ് വിദ്യാർത്ഥികൾ 20 അടി ഉയരത്തിലുള്ള പാപ്പാഞ്ഞിയെ നിർമ്മിച്ച് കത്തിച്ചാണ് ഇവർ ആഘോഷിച്ചത്. ഈ റിപ്പോർട്ടോടുകൂടി നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ക്രിസ്മസ് ആഘോഷം നടത്തി റെക്കോർഡ് ബുക്കിൽ ഇടം പിടിക്കാൻ ഒരുങ്ങുകയാണ് കുട്ടിക്കാനം മരിയൻ കോളേജ്. 20 അടി ഉയരത്തിലുള്ള പാപ്പാഞ്ഞിയെ നിർമ്മിച്ച് കത്തിച്ചായിരുന്നു ഇവിടത്തെ ക്രിസ്മസ് ആഘോഷം. ഇത്തരത്തിൽ ക്രിസ്മസ് ആഘോഷം നടത്തുന്ന ആദ്യത്തെ കോളേജ് യൂണിയനാണ് കുട്ടിക്കാനം മരിയൻ കോളേജിലേത്. കോളേജിലെ വിദ്യാർത്ഥികളാണ് പൂർണ്ണമായും പാപ്പാഞ്ഞിയെ നിർമ്മിച്ചത്. തല തെർമോകോളിൽ പൂർത്തിയാക്കി. മുള കൊണ്ടുള്ള ഫ്രെയിമിൽ വൈക്കോലും തുണിയും നിറച്ചു. കമ്പത്ത് നിന്നാണ് ആവശ്യമായ വൈക്കോൽ കൊണ്ടുവന്നത്. ഇത്തരത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചത് രേഖപ്പെടുത്താനായി ലിംക ഗിന്നസ് റെക്കോർഡ് ബുക്ക് അധികാരികൾക്ക് അപേക്ഷയും നൽകിയിട്ടുണ്ട്. നമസ്കാരം, എൻ്റെ പേര് ലിയോജി ജോൺസൺ. കുട്ടിക്കാനം മരിയൻ കോളേജിൻ്റെ ചെയർമാനാണ് ഞാൻ. എൻ്റെ കോളേജിനെ സംബന്ധിച്ച് വളരെയധികം അഭിമാനത്തിനൊരു നിമിഷമാണിത്. കാരണം ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് 20 അടി പൊക്കമുള്ള ഒരു മെഗാ പപ്പാനിയെ ഉണ്ടാക്കി കത്തിച്ച് ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുകയാണ് ഞാനും എൻ്റെ ക്യാമ്പസും. കേരളത്തിൽ തന്നെയല്ല, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ആഘോഷം നടക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. ഈ പപ്പാനിക്ക് ഞങ്ങളോട് പറയാൻ പല കഥകളുണ്ട്. ഉറക്കമിളച്ച് ഞങ്ങൾ പണിയെടുത്ത രാത്രികളുടെ കഥ, ഉറങ്ങാതെ ഭക്ഷണം കഴിക്കാതെ ഞങ്ങൾ പണിയെടുത്ത രാത്രികളുടെ കഥ, അങ്ങനെ പല പല കഥകൾ. എന്നാൽ ഇതിനൊക്കെ പുറമെ ഒരു ഓട്ടോണമസ് സ്ഥാപനമായതിനാൽ രാത്രികൾ പകലുകളാക്കി പണിയെടുത്തതിന് ശേഷം മടങ്ങി ചെല്ലുമ്പോൾ വാർഡൻ്റെ നിർബന്ധ ബുദ്ധി പ്രകാരം ചെയർമാനായ എന്നെ അടക്കം ഒരു ദിവസം രാത്രികൾ പുറത്തു നിർത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് കോളേജ് മാനേജ്മെൻറ്റ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. എന്നാൽ അന്നൊക്കെ മനസ്സും അടുക്കാതെ തുടർന്നും എന്നോടൊപ്പം പണിയെടുക്കാൻ വന്ന എൻ്റെ കൂട്ടുകാർ, എൻ്റെ സുഹൃത്തുക്കൾ, നിങ്ങളില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു വിജയം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമായിരുന്നില്ല. ഷാരോൺ, തക്കുടു, തങ്കൻ, തൊമ്മൻ, യദു, ആൽബർട്ട്, അങ്ങനെ ജെബിൻ, അങ്ങനെ നീണ്ടു കിടക്കുന്ന പേരുകൾ പറഞ്ഞാൽ ഒരിക്കലും മതിയാകത്തില്ല. മോഹിത്, ജസ്റ്റിന, മരിയ റോസ്, എൻ്റെ വൈസ് ചെയർപേഴ്സൺ, നിങ്ങളൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ഒരു വിജയം നേടിയെടുക്കാൻ സാധിക്കുമായിരുന്നില്ല. മാത്രമല്ല, ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ആദ്യമായിട്ടൊരു കോളേജ് ക്യാമ്പസിൽ ഇങ്ങനൊരു ആഘോഷം നടക്കുന്നുണ്ട്. ലിംക ബുക്ക് ഓഫ് അവാർഡ്സിലേക്കും ഗിന്നസ് ബുക്ക് ഓഫ് അവാർഡ്സിലേക്കും നമ്മൾ അപേക്ഷിക്കുകയാണ്. ഞങ്ങളെ സന്തോഷം ഇരട്ടിപ്പിക്കാനെ കൊണ്ട് ഞങ്ങൾക്കത് വൈകാതെ തന്നെ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി, എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി.
കുട്ടിക്കാനം. നിളപോലൊഴുകുന്ന നാട്ടുവിശേഷങ്ങൾ നിങ്ങളിലെത്തിക്കാൻ ഏലമലക്കാടുകളും തേയിലത്തോട്ടങ്ങളും വാർത്തകൾ ചുരമിറങ്ങിയാലും എറണാകുളത്തിന്റെ കിഴക്കൻ മേഖലകൾ, മലയാളം പറയുന്ന നാഞ്ചിരാനിന്റെ വിശേഷങ്ങളും, സപ്തഭാഷ സംഗമഭൂമി, തേജസ്വിനിയുടെ തീരം, പള്ളിയോടങ്ങടെ നാട്, കഥകളി പിറന്ന നാട്, ഗുരുവായൂർ ഒരു തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല, ഭാഷാപിതാവിന്റെ നാട്ടിൽ ചെങ്കോട്ട പിന്നിട്ട് പുളിയറ കഴിഞ്ഞാൽ കേരളമായി. കേരളത്തിന് വെളിച്ചം പകരുന്ന സ്വന്തം അണക്കെട്ട്, കടലും തിരയും കഥ പറയുന്ന വർക്കല, കളരിയുടെ മണ്ണ്. തൊടുപുഴ ഇപ്പോൾ സിനിമാക്കാരുടെ ഭാഗ്യ ലൊക്കേഷനാണ്. കേരളത്തിന്റെ സ്വന്തം വയനാട്, കേരളത്തിന്റെ കശ്മീരിൽ നിന്ന് മലയോര കർഷകന്റെ പുണ്യഭൂമി. മഞ്ചേശ്വരം മുതൽ കളിയിക്കാവിള വരെ കേരളത്തിന്റെ ഓരോ വാർത്താ സ്പന്ദനവും. ഞാൻ കെ വി ബൈജു. ഓരോ മലയാളിയും റിപ്പോർട്ടർമാരാകുന്ന വാർത്താനുഭവം. വലിപ്പ ചെറുപ്പമില്ലാത്ത സകലമാന വാർത്തകളുടെ അരമണിക്കൂർ. സകലമാന കേരളം. ഈ പരിപാടി നിങ്ങൾ